ഹായ്, അപ്പം നമുക്ക് നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഞാനിതാ മഞ്ഞൾ, മുളക്, ഗരം മസാല, ഉപ്പ്, കാശ്മീരി മുളക് പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബൗളിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലുള്ള പീസ് നോക്കിയിട്ടാട്ടോ ഞാൻ ചിക്കൻ ബിരിയാണിക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ മസാല നന്നായിട്ട് തന്നെ ഞാൻ തേച്ച് പിടിപ്പിച്ച് കുറച്ചൊരു 10 മിനിറ്റോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പത്തിന് ഇതാ സവാള കുനുകുനെ ചെറുതാക്കിയിട്ട് ഈ ഒരു പരുവത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ആദ്യം എണ്ണയിലോട്ട് സവാള ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കളർ വ്യത്യാസം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രൗൺ കളറിൽ ഇങ്ങനെ ആവണം കേട്ടോ. ഈ ഒരു പരിവാകുമ്പോൾ ഒന്ന് കോരി മാറ്റുക. ഇനി അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ആ എണ്ണയിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും ഇതാകണം ഈ ഒരു കളറാകുമ്പോൾ അതും കൂടെ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പം തന്നെ നമ്മളെ ചിക്കൻ നന്നായിട്ട് തന്നെ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഞാൻ എണ്ണ പാർന്ന് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ആ സവാള തൂമിച്ച എണ്ണ കേട്ടോ ഞാൻ എടുത്തിട്ടില്ലേ. ആ സവാളൻ്റെ ഒരു ഫ്ലേവറും കൂടി ആ എണ്ണയ്ക്ക് ഉണ്ടാകും. അപ്പോൾ അതാക്കണം ഞാൻ ആ ചിക്കന് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞ് വരുന്നു വേണ്ട കേട്ടോ. ഒരു ചെറിയൊരു പാകം, ഈ ഒരു പാകമാകുമ്പോൾ അത് മാറ്റി വെക്കുക. എന്നിട്ടൊരു പാത്രത ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് നെയ്യ് പാർന്ന് കൊടുത്തു. അതിലോട്ട് ഞാൻ സവാള ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ചെറുതാക്കി അരിഞ്ഞെടുത്ത തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. ഒന്ന് വാടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയത് അതും കൂടെ ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതായിക്കില്ല മസാലയാണ്. ചിക്കൻ മസാലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ആ മസാല ഒക്കെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തു. അതിലോട്ട് കുറച്ച് തൈര് ഉണ്ടല്ലോ, കട്ട തൈരാട്ടോ, അതും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അപ്പം നന്നായിട്ട് പുളിയില്ല തൈരാട്ടോ. അതുകൊണ്ട് ഞാൻ നാരങ്ങ പിഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചിക്കൻ പൊരിച്ച് വെച്ചിരുന്നല്ലോ നമ്മൾ മാറ്റി വെച്ച ചിക്കന് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആ മസാല ഒക്കെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പം ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ ഇതാക്കണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്ലാസ് കാണിച്ചല്ലോ, ആ ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളമാട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അതിലോട്ട് ഇതുപോലെ തന്നെ 3 ഗ്ലാസ് അരിയും കൂടെ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ചോറ് ഇതാക്കണം വെള്ളം വറ്റിച്ചിട്ട് എടുക്കണത് കേട്ടോ. ഊറ്റിയെടുക്കുകയല്ല, നന്നായിട്ട് തന്നെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. അങ്ങനെ ഈ മസാല നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കനൊക്കെ ഇട്ട മസാല ഉണ്ടല്ലോ, അതിൻ്റെ മീതായിട്ട് ഞാൻ ആ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലായിട്ട് ഇതാക്കണം ഈ മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ച ഉള്ളി ഉണ്ടല്ലോ, തൂമിച്ച ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ അണ്ടിപ്പരിപ്പും മുന്തിരി കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്ത് കളറിന് ആവശ്യമായിട്ട് ഞാൻ പാല് ഉണ്ടല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടിയിൽ കലക്കിയിട്ട് ഞാൻ അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂറിന് ശേഷം ഞാൻ നമ്മളെ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെന്ത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. വാവ്. അപ്പോൾ ഞാനത് കോരി മാറ്റിയിട്ടുണ്ട് വേറൊരു പാത്രം എടുത്തിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചിക്കനും ആ മസാല ഇതാക്കണം, അത് കൂട്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചോറ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.